പ്രിയ ശ്രോതാക്കളെ, സഹയാത്രികയിലേക്ക് സ്വാഗതം. നടിയും നിർമ്മാതാവുമായ റാണി ശരണുമായുള്ള അഭിമുഖമാണ് കഴിഞ്ഞയാഴ്ച നിങ്ങൾ കേട്ടത്. ആ അഭിമുഖത്തിന്റെ തുടർഭാഗം ഇന്ന് കേൾക്കാം. റാണിക്ക് എഴുത്തുണ്ടെന്നറിയാം. ഈ കുട്ടിക്കാലം എങ്ങനെയായിരുന്നു? അന്നൊക്കെ എഴുതിയിരുന്നോ? വായന ഇങ്ങനെ അമ്മ മെല്ലെ മെല്ലെ ഫീഡ് ചെയ്ത് തന്നിരുന്ന ഒരു സാധനമാണ്. ഞാൻ സ്വപ്നത്തിൽ സങ്കല്പിച്ചതല്ല ഞാൻ എഴുതുമെന്ന്. പക്ഷേ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവളാണ് എന്നെ ഓർമ്മിപ്പിക്കുക. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ എനിക്കൊരു ലേഖ ടീച്ചർ ഉണ്ടായിരുന്നു, മലയാളം ടീച്ചർ. അപ്പോൾ ഒരു ദിവസം എന്തോ ഒരു സംഭവം എഴുതിയപ്പോൾ ലേഖ ടീച്ചർ അത് ക്ലാസ്സിൽ വായിച്ചിട്ട് പറഞ്ഞു എന്ന്, കണ്ടോ എല്ലാവരും എഴുതിയിരുന്ന റാണിയുടെ ഈ ഒരു കാര്യം എനിക്ക് വേറിട്ട് നിൽക്കണ മാതിരി തോന്നി, നാളെ റാണി ഒരു എഴുത്തുകാരിയാവും എന്ന് പറഞ്ഞത് ഞാൻ പോലും അല്ല ഓർത്തു വയ്ക്കാൻ. ടീച്ചർ എനിക്ക് ഭയങ്കര ഫേവറിറ്റാണ്. പക്ഷേ അവൾ എന്നോട് പറയും, ലുലു എന്നാണ് അവളുടെ പേര്, അവൾ എന്നോട് പറയും, എടാ നിന്നെക്കുറിച്ച് ഇങ്ങനെ ലേഖ ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചാൽ അവളാണ് എന്നെ അത് ഓർമ്മിപ്പിച്ച്. എഴുത്തിലേക്ക് വരണമെന്ന് പറഞ്ഞാൽ ഞാൻ ഡിഗ്രി പഠിച്ചത് യൂണിറ്റി വിമൻസ് കോളേജ് എന്ന് പറഞ്ഞൊരു കോളേജിലാണ്. അവിടെ ഞാൻ ചെയർപേഴ്സണൊക്കെ ആയിരുന്നു. ഒരു പക്ഷേ ഞാൻ എന്തെങ്കിലും ചെറിയ രീതിയിലെങ്കിലും എനിക്ക് എന്നെ മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ, എൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ട് എന്നുള്ളൊരു സാധനം ഞാൻ റിയലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് യൂണിറ്റിയിലെ പഠനവും പിന്നെ അത് കഴിഞ്ഞിട്ട് വിക്ടോറിയയിലെ പഠനവും തന്നെയാണ്. അപ്പോൾ യൂണിറ്റിയിൽ പഠിക്കുമ്പോൾ ഒരു ദിവസം ഞാനിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ രാത്രി അമ്മയുടെ മൂത്ത ചേച്ചിയുടെ മോളുണ്ട് മീനി, ആ ചേച്ചി മരിച്ചു പോയതാണ്. ഇന്നും എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു മരണമാണത്. ചേച്ചി 21 വയസ്സിൽ മരിച്ചു പോയതാണ്. ഞാൻ ഒരുപാട് അഡ്മയർ ചെയ്തിരുന്നു ഒരാളാ ചേച്ചി. കാരണം എനിക്ക് തോന്നുന്നു ആ ചേച്ചിയുടെയൊക്കെ ഒരു ട്രീറ്റ് ആണ് ഞാനും തോന്നുന്നുണ്ട് ഉള്ളത്, മുഖത്ത് നോക്കി പറയുക ആ രീതിയിലാണ്. അപ്പം ഇങ്ങനെ പെട്ടെന്ന് ചേച്ചി ഓർത്തപ്പോൾ വല്ലാത്തൊരു വിങ്ങൽ വന്ന് ഞാനിങ്ങനെ എഴുതുകയാണ്. ഇംഗ്ലീഷ് പോയാണ്. ഇത്രയും കൊണ്ട് അമ്മയെ കാണിച്ചു. അപ്പം അമ്മ ചോദിച്ചു, ഇത് കുട്ടി എഴുതിയതാണോ? ഞാൻ പറഞ്ഞു, ആ അതെ അമ്മ. അപ്പം അമ്മയുടെ കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞു. അല്ല സത്യമായിട്ട് ഇങ്ങനെയൊക്കെ എഴുതാൻ വയ്ക്കുമോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, എനിക്കും അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം ഞാൻ എൻ്റെ ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ഉണ്ട് ബാബു സാർ, ഞാൻ ബാബു സാറിൻ്റെ കയ്യിൽ ഇത് കൊണ്ടു കൊടുത്തു. ഞാൻ പറഞ്ഞു, സാർ ഞാനിങ്ങനെ എഴുതിയതാണ്. അപ്പോൾ സാർ ഇങ്ങനെ നോക്കി എന്നിട്ട് അതവിടെ വെച്ചു. പിന്നെ സാർ ഒന്നും പറയണമെന്നില്ല. അപ്പം ഞാൻ വെച്ച് വേണ്ടായിരുന്നു, കാരണം ആകെ കൊള്ളാമെന്ന് തോന്നുന്നുണ്ട്. പക്ഷേ ആ വർഷത്തെ കോളേജ് മാഗസീൻ വന്ന് ഞാനിങ്ങനെ മറിച്ച് നോക്കുമ്പോൾ അതിൽ അൺഡൈയിങ് മെമ്മറീസ് എന്ന് പറഞ്ഞ് എൻ്റെ ഈ പോയം കിടക്കണം. അപ്പം അത് നമുക്കൊരു വല്ലാത്ത മൊമെൻ്റ് ആണ് മാം. സാറായിട്ട് വായോണ്ടൊന്നും പറഞ്ഞിട്ടില്ല, പക്ഷെ സാർ എനിക്ക് തുടരൂ എന്ന് തന്നത് ഇങ്ങനെയാണ്. അപ്പം അത് വല്ലാത്തൊരു എനർജിയായി. പിന്നത്തെ വർഷം ഞാനിങ്ങനെ മലയാളം പദ്യരചന കോമ്പറ്റീഷനൊക്കെ പോയിട്ട് ഫസ്റ്റ് കിട്ടി. അപ്പം അന്ന് നമ്മുടെ മലയത്തപ്പുണ്ണി കോളേജിൽ ഗസ്റ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അങ്കിള് ഇത് കണ്ടപ്പോൾ അങ്കിളിനത് ഭയങ്കര ഒരു ഇതായി. അപ്പം എന്നോടൊന്ന് തുടർന്നും എഴുതണം, കുട്ടിയുടെ ഉള്ളിൽ കവിത ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. ആ എഴുതുമ്പോൾ അയച്ചും തരണം കേട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ എഴുതി. പിന്നീട് എഴുതിയൊരു പോയം ഞാൻ അദ്ദേഹത്തിന് അയച്ചു കൊടുത്തു. അത് അന്ന് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിന്റെ സോപാനം എന്ന് പറഞ്ഞിട്ട് ഈ കോളേജ് കുട്ടികൾക്ക് വേണ്ടിയിട്ടൊരു ഇതുണ്ടായിരുന്നു കോളം. അതിൽ പിന്നീട് കവിതകൾ വന്നു. പിന്നെ 1-2 പോയട്രി കളക്ഷൻസിൽ കവിത വന്നു. അങ്ങനെയൊക്കെ കുറച്ച് നമ്മൾ എഴുത്തിന്റെ ഒരു കാര്യത്തിലേക്ക് അങ്ങനെയാണ് വന്നത്. പക്ഷേ ഒരു ആദ്യത്തെ കവിതാ പുസ്തകം 2022 ഇറക്കിയത്, പ്രണയപ്പച്ച എന്ന് പറഞ്ഞിട്ട് ലവ് പോയംസിന്റെ കളക്ഷനാണ്. അതിലേക്ക് എത്തുന്ന കാര്യം രസമാണ്. നമ്മൾ കല്യാണമൊക്കെ കഴിഞ്ഞ് കുട്ടി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ ചിലത് സൈഡിലേക്ക്, അത് മനഃപൂർവ്വമല്ല, ആരും നമ്മളെ അതിലേക്ക് തള്ളി വിട്ടിട്ടുമല്ല, നമ്മളങ്ങനെ ആയി പോണതാണ്. അപ്പോൾ ഞാൻ എന്നൊരു സാധനം ഞാൻ വിട്ടുപോയിരുന്നു ഈ സാധനം. അപ്പോൾ ഒരു ദിവസം എൻ്റെ അമ്മാവൻ്റെ മോൾ നിവേദിത എന്നോട് പറഞ്ഞു, റാണി ചേച്ചി എന്ത് നന്നായിട്ട് കവിത എഴുതിയിരുന്നതാണ്, എന്താണ് ഇപ്പോൾ ഒന്നും എഴുതാത്തത്? അപ്പം ഞാൻ ആലോചിച്ചു, എനിക്കാണല്ലോ എനിക്കൊന്നും എഴുതാൻ തോന്നുന്നില്ലേ, ഞാൻ എന്ത് ചെയ്യും എന്നുള്ള അവസ്ഥയാണ്. അപ്പോൾ അവൾ പറഞ്ഞു, ഇങ്ങനെ ഒരു ആപ്പ് ഉണ്ട് ചേച്ചി, എന്താ തോന്നുന്നത് വെച്ചാൽ അതിൽ വെറുതെ എഴുതിയിടും, അപ്പോൾ ചേച്ചിക്കും അതൊരു മോട്ടിവേഷൻ ആവുന്നു. ഞാൻ ചോദിച്ചു, കൊള്ളാലോ പരിപാടി. അപ്പോൾ ഇതിങ്ങനെ ഇവള് പറഞ്ഞത് വെച്ച് ഞാനതിങ്ങനെ ചെയ്യണ്ടായിരുന്നു. അപ്പോൾ അതേ സമയത്താണ് നമ്മുടെ TP രാജീവൻ അങ്കിള് പ്രണയശതകം 100 പ്രണയ കവിതകളുടെ ഒരു സമാഹാരം, ആ സമയത്താണ് അത് ഇറങ്ങുന്നത്. അപ്പൊ അത് നോക്കിയപ്പോൾ കുഞ്ഞു കുഞ്ഞു കവിതകളാണ് പ്രണയത്തെക്കുറിച്ച് മാത്രം. ഞാൻ വെച്ചു, ഒരു മനുഷ്യൻ പ്രണയത്തെക്കുറിച്ച് പവർഫുൾ ആയിട്ട് 100 കവിതകൾ ഉണ്ടാക്കുക. അപ്പൊ അതും ശരിക്കും ഇൻസ്പയർ ചെയ്തു. അപ്പം ഞാൻ വിചാരിച്ചു, ഇനി വലുതുണ്ടാക്കാൻ പറ്റിയില്ലെങ്കിൽ വേണ്ടില്ല, ഇങ്ങനത്തെ കുഞ്ഞു കവിതകൾ എനിക്ക് ഉണ്ടാക്കാൻ പറ്റുമോ നോക്കാലോ എന്ന രീതിയിൽ ഇങ്ങനെ എഴുതി പോയിക്കൊണ്ടിരുന്നു. പിന്നെ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, 40 വയസ്സിലെങ്കിലും പറ്റിയാൽ ഒരു പുസ്തകം. ടോണി മോറിസനൊക്കെയാണെന്ന് തോന്നുന്നു ഇൻസ്പിറേഷൻ. അങ്ങനെയൊക്കെ ഒരു ചിന്ത ഉണ്ടായിരുന്നു. ഏകദേശം അതിനോട് അടുപ്പിച്ചൊരു സമയത്ത് ഞാൻ മീഡിയ അക്കാഡമിയിലാണ് ജേർണലിസം പഠിച്ചത്. അവിടെ കൂടെ പഠിച്ചിരുന്ന സനിത അനൂപ്, അവരുടെ ഒരു പബ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ സനിത ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് ഈ സ്ക്രിപ്റ്റും റിസർച്ചും ഒക്കെ ചെയ്തിരുന്നു. അപ്പോൾ അതിന്റെ അനുഭവങ്ങൾ, അല്ലെങ്കിൽ ഞാൻ ഒരു 5-5.5 വർഷം ഇന്റർവ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഇന്റർവ്യൂസ് നമുക്ക് ബുക്കാക്കിയാലോ എന്നൊക്കെയാണ് അവരെൻ്റെ അടുത്ത് ആദ്യം ചോദിച്ചത്. അപ്പം ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഓർമ്മക്കുറിപ്പുകൾ എഴുതണം എന്ന് ഞാൻ വിചാരിക്കണം. അങ്ങനെയാണെന്ന് അത് എഴുതൂ എന്ന് പറഞ്ഞു. പക്ഷെ ആ എഴുത്ത് തുടങ്ങിയിടത്ത് തന്നെ സ്റ്റക്കായ പോലെ ആയി. കോവിഡിന്റെ സമയത്ത് വേറെ ചില സാഹചര്യങ്ങൾ കൊണ്ട് അങ്ങനെ ആയിപ്പോയി. അപ്പം എന്നെ വിളിച്ച് എന്തായി ചോദിക്കും. അപ്പം ഞാൻ പറഞ്ഞിട്ട് നീങ്ങണില്ല എന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ തമാശ പോലെ ഓരോന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞ കൂട്ടത്തിൽ ഈ TP രാജീവനെ ഇൻസ്പയർഡ് ആയിട്ട് എനിക്കൊരു 100 പ്രണയ കവിത എഴുതാൻ പറ്റുമെന്ന്, അത് എൻ്റെ സൈഡിൽ കൂടെ പോണ്ട് പറഞ്ഞു. അപ്പം എത്ര എണ്ണം എഴുതി ചോദിച്ചു. 40-45 ആയിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഒരു 5 എണ്ണം കൂടി ഒപ്പിക്കാൻ പറ്റിയാൽ നമുക്ക് അതൊരു ബുക്കായിട്ട്
ആദ്യം ഇറക്കുക. അപ്പം നിനക്കൊരു മോട്ടിവേഷൻ വരും. പറഞ്ഞ പോലെ തന്നെ എന്തുകൊണ്ടോ എനിക്ക് പെട്ടെന്ന് തന്നെ ഒരു 5 കവിതകൾ എഴുതാൻ പറ്റി. പക്ഷെ അതിൽ എനിക്കൊരു സന്തോഷം എന്താ വെച്ചാൽ മാം 50 എണ്ണത്തിനും ഇലസ്ട്രേഷൻസ് വരച്ചത് കൺമണിയാണ്. അന്ന് അവൾക്ക് 14 വയസ്സാണ്. വരയ്ക്കുന്ന ആളാണ്. വരയ്ക്കും അവൾക്ക് അങ്ങനത്തെ കുറെ ആർട്ടിസ്റ്റിക് സാധനങ്ങളുണ്ട്. എല്ലാം സെൽഫ് ട്രെയിൻഡ് ആണ്. മറ്റേ ബോട്ടിൽ ആർട്ട് ഉണ്ട്, പോട്ട് പെയിന്റിംഗ് അതൊക്കെ ചെയ്യും. അവൾ പറഞ്ഞു ഞാൻ വരയ്ക്കട്ടെ അമ്മ. അപ്പൊ ചിലതൊക്കെ എനിക്ക് പറഞ്ഞു കൊടുക്കേണ്ടി വരും, പക്ഷെ അപ്പൊ അതിനനുസരിച്ച് അവളൊരു സാധനം വരയ്ക്കും. അങ്ങനെയാണ് അത് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ബുക്ക് കുറച്ചുകൂടി സ്പെഷ്യൽ ആണല്ലോ. പക്ഷെ എനിക്കൊരു പേടി ഉണ്ടായിരുന്നു, അവള് കവിതകളിലേക്ക് അത്ര ഫെമിലിയർ അല്ല. പിന്നെ അതുമല്ല നമ്മളൊക്കെ എഴുതും, നമ്മൾ വലിയ ആളുകൾ എഴുതുന്ന സാധനം എങ്ങനെയാ, പക്ഷെ ചില സാധനം അവൾക്ക് വായിച്ചാൽ കിട്ടും, ചിലത് കിട്ടിയില്ലെങ്കിൽ ഇതിന്റെ മീനിങ് ഒന്ന് പറഞ്ഞു തരുമോ അമ്മ. അപ്പൊ നമ്മളിങ്ങനെ പറഞ്ഞു കൊടുത്തിട്ട് അപ്പൊ അവളുടെ ഐഡിയക്ക് തന്നെ ഒരു ചിത്രം വരച്ച് അങ്ങനെ 50 കവിതകളും മോളുടെ 50 ചിത്രങ്ങളുമായിട്ട് പുറത്തു വന്നു. അപ്പൊ അതിൽ എന്റെ ഒരു കവിതയുടെ ടൈറ്റിൽ തന്നെയാണ് ഈ പ്രണയപ്പച്ച. അതാണ് ആദ്യത്തെ പബ്ലിക്കേഷൻ. ഇപ്പൊ നിലവിൽ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? പ്രൊഡക്ഷനോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഇപ്പോൾ പ്രൊഡക്ഷന്റെ കാര്യങ്ങളിലേക്ക് വേണ്ടി ഉള്ള മീറ്റിങ്ങുകളും കാര്യങ്ങളും ഒക്കെ സംഭവിക്കുന്നുണ്ട്. പോസിബിളി ഈ വർഷം തന്നെ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. നല്ല പ്രോജക്റ്റുകൾ വന്നാൽ തീർച്ചയായിട്ടും അഭിനയത്തിൽ തുടർന്നുകൊണ്ട് പോകാമെന്ന് അതും വിചാരിക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ അടുത്ത ബുക്കിന്റെ ഫൈനൽ വർക്കുകളും കാര്യങ്ങളും ഒക്കെ. കവിതകളാണോ? അല്ല, അത് കുറിപ്പുകളാണ്, ചില ഓർമ്മകൾ, അങ്ങനെയുള്ള ഒരു സംഭവമാണ്. പിന്നെ എൻ്റെ ഒരു ചാനല് ഞാൻ കൊണ്ടുപോകുന്നുണ്ട്, അതിൽ ഞാൻ ചാറ്റ് ഷോ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ കാര്യങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ ആകുമ്പോൾ തന്നെ കുറച്ച് സമയം പോകും. എല്ലാ A to Z കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നതിന്റെ ഒരു സുഖമുണ്ട്. എഡിറ്ററായിട്ട് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും മറ്റു കാര്യങ്ങളും എല്ലാം നമ്മൾ തന്നെ ചെയ്തു പോകുന്നതിന്റെ ഒരു സുഖമുണ്ട്. ഇംഗ്ലീഷിൽ പിന്നീട് എഴുതിയിട്ടില്ലേ? ഇംഗ്ലീഷിൽ പിന്നെ കാര്യമായിട്ട് എഴുതിയിട്ടില്ല. ആ ഒരു തോട്ടും മനസ്സിലിട്ട് ഇങ്ങനെ വെള്ളമൊഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്താവും എന്നറിയില്ല. എഴുതി തുടങ്ങുമോ? തീർച്ചയായിട്ടും അത് ശരിയാവും തന്നെ വിചാരിക്കണം മാം. ഇതിപ്പോ പ്രതീക്ഷിച്ച പോലെ എല്ലാ കാര്യങ്ങളൊന്നും ചെയ്തുകൊണ്ട് പോണത്. അപ്പൊ എല്ലാം ശരിയാവുമായിരിക്കും. തീർച്ചയായും. സ്കൂളൊക്കെ ഇവിടെ മഞ്ചേരി തന്നെയായിരുന്നു? അതെ, സ്കൂള് ഞാൻ NSS ഇംഗ്ലീഷ് മീഡിയം മഞ്ചേരി 10 വരെ അവിടെയാണ് പഠിച്ചത്. പ്രീ ഡിഗ്രി പാലക്കാട് മേഴ്സി കോളേജിൽ ചെയ്തു. ഡിഗ്രി ഞാൻ നേരത്തെ പറഞ്ഞ യൂണിറ്റി വിമൻസ് കോളേജ്, PG വിക്ടോറിയയിൽ ചെയ്തു. കല്യാണത്തിന് ശേഷം കേരള പ്രസ് അക്കാഡമി ആയിരുന്നു അന്ന്. അത് പ്രസ് അക്കാഡമിയാണ്. മീഡിയ അക്കാഡമിയിൽ ജേർണലിസം കോഴ്സ് ചെയ്തു. ബ്രാണി ഒരുപാട് ഷോർട്ട് ഫിലിംസിൽ അഭിനയിച്ചിട്ടുണ്ടല്ലോ, അതേക്കുറിച്ചൊക്കെ ഒന്ന് പറയേ. ഷോർട്ട് ഫിലിംസ് ന്യൂ നോർമൽ വന്നപ്പോഴാണ് അതിനെ കണക്ട് ചെയ്തിട്ടാണ് എനിക്ക് ഈ കുട്ടി സ്റ്റോറീസ് എന്ന് പറയുന്ന അവരുടെ കോളൊക്കെ വന്നു തുടങ്ങിയത്. അപ്പോൾ അവരെങ്ങനെയാ വെച്ചാൽ സ്ക്രിപ്റ്റ് അയക്കും, അതിൽ അമ്മയ്ക്ക് എന്ത് ചെയ്യാനുണ്ട് അല്ലെങ്കിൽ എനിക്ക് പറയുന്ന ക്യാരക്ടർ എന്ത് ചെയ്യാനുണ്ട് എന്നുള്ളതാണ് ഞാൻ അതിൽ കാര്യമായിട്ട് നോക്കാറുള്ളത്. അപ്പൊ അങ്ങനെ കുറച്ചധികം എണ്ണങ്ങൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. എടുത്തു പറയുകയാണെങ്കിൽ ഇറ്റ്സ് ജസ്റ്റ് എ റേപ്പ് എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ റീസെന്റ് ആയിട്ട് വന്ന ഒരു ഷോർട്ട് ഫിലിമിൽ റേപ്പ് ചെയ്യപ്പെട്ട ഒരു മകളെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു അമ്മ. അപ്പൊ ആ ക്യാരക്ടറിന് എനിക്ക് ഒരുപാട് അപ്രീസിയേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതേപോലെ ദിസ് ഇസ് മൈ സ്റ്റോറി, ഇതില് അന്നമ്മ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ. പിന്നെ ഫൺഫ്ലിക്സ് എന്ന് പറയുന്നവർ ചെയ്ത എനിക്കറിയില്ല എന്ന് പറഞ്ഞൊരു ഷോർട്ട് ഫിലിമിലെ ഗീത അമ്മ. അതുമാതിരി നിത്യ എന്ന് പറയുന്ന ഷോർട്ട് ഫിലിമിലെ അമ്മ. ചില വെബ് സീരീസ്, ഇപ്പൊ മേരി പ്യാരി ബഹൻ വെബ് സീരീസില് സുമിത് എന്ന് പറയുന്ന ഒരു ആക്ടർ ഉണ്ട്, സുമിത്തും റോണയും. അപ്പൊ അവരുടെ അമ്മയായിട്ട് ചെയ്യുമ്പോൾ അതിനൊക്കെ എനിക്ക് ഒരുപാട് അപ്രീസിയേഷൻ കിട്ടിയിട്ടുണ്ട്. സെക്കൻഡ് മാരേജ് പ്രപ്പോസൽ എന്ന് പറയുന്ന ഷോർട്ട് ഫിലിമിലെ സ്നേഹ ടീച്ചർ, അതൊക്കെ എനിക്ക് ഒരുപാട് ആളുകൾ ഇപ്പോഴും മെസ്സേജ് അയക്കുകയൊക്കെ ചെയ്യുന്ന ഷോർട്ട് ഫിലിംസ് ആണ്. അത് നമുക്ക് ഈ ഷോർട്ട് ഫിലിംസ് ചെയ്യുമ്പോഴുള്ള ഗുണം എന്താ വെച്ചാൽ ഈ ടീമുകൾ പിള്ളേരൊക്കെയും സിനിമാ സ്വപ്നങ്ങളുള്ളവരും സിനിമ വർക്ക് ചെയ്യുന്നവരും ഒക്കെയാണ്. അവരുടെ മേക്കിംഗ് പാറ്റേണും കാര്യങ്ങളും ഒക്കെ അങ്ങനെയാണ്. അപ്പൊ നമുക്ക് എന്താ വെച്ചാൽ നമ്മളും ഓരോ ദിവസവും കൂടുതൽ മെച്ചപ്പെടുന്നുണ്ട് അവരുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ എന്നുള്ളൊരു ഇത് നമുക്ക് മനസ്സിലാവും ചെയ്യും. ഒപ്പം തന്നെ ഇങ്ങനെ ഒരുപാട് ആളുകളുടെ സ്നേഹം നമുക്ക് ട്രാവൽ ചെയ്യണമെങ്കിൽ ചില ദിവസം ഡ്രൈവേഴ്സ് ഒക്കെ ചോദിക്കും, സ്നേഹ ടീച്ചർ അല്ലേ, മാം അല്ലേ ശിഷ്യൻ ലവ് ലെറ്റർ തന്ന ടീച്ചർ, ഇങ്ങനെയൊക്കെ ചോദിക്കും. അപ്പൊ നമുക്കത് ഭയങ്കരമായിട്ട് മുന്നോട്ട് പോകാനുള്ള ഒരു എനർജിയാണ് മാം. അപ്പോൾ ഈ ഷോർട്ട് ഫിലിംസിനാണ് അവാർഡും കിട്ടിയിട്ടുള്ളത്. ഷോർട്ട് ഫിലിംസിനെന്ന് പറയാൻ വയ്യ, ലോറി ഗേളിനാണ് അവാർഡ്സ് കിട്ടിയിട്ടുള്ളത്. എല്ലാം സ്റ്റേറ്റ് അവാർഡ് കിട്ടി, സെക്കൻഡ് ബെസ്റ്റ് ആക്ട്രസ്, PJ ആന്റണി അവാർഡ് കിട്ടി, മലബാർ ഷോർട്ട് ഫിലിം ഫെസ്റ്റ് അവാർഡ് കിട്ടി, കണ്ണൂർ ഫിലിം ചേംബർ അവാർഡ് കിട്ടി, KP ഉമ്മർ ഷോർട്ട് ഫിലിം ഫെസ്റ്റ് അവാർഡ്. ഇതെല്ലാം ലക്ഷ്മി എന്ന് പറയുന്ന ക്യാരക്ടറിനാണ് കിട്ടിയത്. പിന്നെ ഞാൻ ഒരു വെള്ളി നക്ഷത്രങ്ങൾ എന്ന് പറഞ്ഞൊരു ചാറ്റ് ഷോ ഒരു 5.5 വർഷം കൊണ്ടുപോയിരുന്നു. അതിന് വേണ്ടിയിട്ട് എനിക്ക് കലാഭവൻ മണി മെമ്മോറിയൽ അവാർഡ് കിട്ടിയിട്ടുണ്ട്, മലയാള പുരസ്കാരം. ഈ 2 അവാർഡുകളും അതിനും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ജേർണലിസം പഠിച്ചത് കല്യാണത്തിന് ശേഷമാണ് ജേർണലിസം പഠിച്ചത്. അപ്പൊ അന്നൊക്കെ സത്യത്തിൽ എനിക്ക് ന്യൂസ് റീഡിങ് വലിയ ഇഷ്ടമാണ്. പണ്ട് നമ്മൾ കാണുമല്ലോ ദൂരദർശൻ ന്യൂസ് ആണ്, അതും ഇംഗ്ലീഷ് ന്യൂസും ഹിന്ദി ന്യൂസും ഒക്കെ നമ്മൾ കൂടുതലും. റിനി ഖന്ന, അപ്പൊ അവരോടുള്ള ഒരു ആരാധന. പിന്നെ മലയാളത്തിലായാലും തിരുവനന്തപുരം ദൂരദർശന്റെ ഒക്കെ വാർത്തകൾ, ഇപ്പൊ അളകനന്ദ, ജയശ്രീ മോഹൻ, ഹേമലത, അപ്പൊ അവരൊക്കെ നമ്മളെ വല്ലാതെ, അങ്ങനെ ഒരുപാട് പേരുണ്ട്. അപ്പൊ ഇതൊക്കെ നമുക്ക് ഭയങ്കര ഇൻസ്പിറേഷൻ ആണ്. ഇതൊക്കെ മനസ്സിൽ കിടന്നാണ് നമ്മൾ ജേർണലിസം
രസം എന്നുള്ളതിലേക്ക് ആദ്യം ശരിക്കും വരണം. പക്ഷെ നമ്മൾ പഠിച്ചൊക്കെ കഴിയുമ്പോഴേക്കും കുറച്ചും കൂടി ഓട്ടത്തിലേക്ക് ആയി തുടങ്ങി. ആ സമയത്ത് പ്രയോറിറ്റി മോള് വരിക എന്നുള്ളതായിരുന്നു. അപ്പൊ അന്ന് എന്റെ ഇന്റേൺഷിപ്പ് കൊടുത്തത് ഇന്ത്യ വിഷനിലാണ്. മനോജ് ഭാരതി ബ്യൂറോ ചീഫ് ആയിരുന്നു. അപ്പൊ മനോജ് ഏട്ടൻ എന്നോട് പറയും, റാണി പോലെ ഇങ്ങനെ ഫാമിലി ഓറിയന്റഡ് ആയ ഒരു കുട്ടി ഇവിടെ എന്താ ചെയ്യാന്ന് എനിക്ക് അറിയില്ല, ഒന്നില്ലെങ്കിൽ ഫാമിലിയിൽ അല്ലെങ്കിൽ ഇത് ഇങ്ങനെ പറ്റുള്ളൂ എന്നൊക്കെ പറയും. പക്ഷെ അപ്പോഴും ഞാൻ ഇതിൽ കണ്ടിന്യൂ ചെയ്യണം എന്നുള്ള ഒരു തോട്ടിൽ തന്നെയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് മോള് വന്നു കഴിയുമ്പോഴേക്കും പെട്ടെന്ന് സിനിമയുടെ കാര്യങ്ങൾ വരുന്നു, അച്ഛൻ മരിക്കണു, അത് ടേക്കപ്പ് ചെയ്യേണ്ടി വരുന്നു. ഇങ്ങനെ അപ്പോഴും നമ്മുടെ മനസ്സിൽ ഇഷ്ടങ്ങളുണ്ട്. അപ്പൊ അങ്ങനെയാണ് ഞാൻ ഫ്രീലാൻസ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും നമ്മുടെ മനസ്സിൽ ആ ഇഷ്ടങ്ങൾ പോവില്ല. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ചെയ്യണം എന്താ വെച്ചാൽ ഞങ്ങള് കോവിഡിന്റെ സമയത്ത് വെറുതെ ഇരിക്കാനുള്ള വീട്ടില് ഏട്ടനും ഞാനും കൺമണിയും കൂടെ ഐഡിയ ഓരോ പ്ലാനും ഒക്കെ ആയിരിക്കും. അപ്പൊ അങ്ങനെ ഓരോ പ്രോഗ്രാം ചെയ്ത് ചാനലായിട്ട് അത് സ്റ്റാർട്ട് ചെയ്തു. ഇപ്പൊ ഞാൻ അതിൽ ഒരു ചാറ്റ് ഷോ സ്ഥിരമായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. അച്ഛന്റെ നിർമ്മാണം അത് ഏറ്റെടുത്ത് നടത്തേണ്ടി വന്നല്ലോ. അതെ, നയനമല്ലേ അന്ന് ചെയ്തത് അല്ലെ? അത് പൂർത്തിയാക്കി അതിനുശേഷം പിന്നീട് ഈ നിർമ്മാണ രംഗത്തേക്ക് ഇപ്പൊ നയനം ചെയ്യുമ്പോ നമുക്ക് ഇതിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ല. അപ്പൊ അച്ഛൻ കൂടെ നിൽക്കണം എന്ന് പറഞ്ഞു, നമ്മൾ നിന്നു. പക്ഷെ പെട്ടെന്ന് അച്ഛൻ പോകുമ്പോ ഇത് എന്ത് ചെയ്യണം? കാരണം അച്ഛനാണെങ്കിൽ അതിന് മുമ്പ് ചെയ്തിട്ടുള്ള കമേഴ്ഷ്യൽ മൂവീസ് ആണ്. അപ്പൊ നമുക്ക് ഇതൊന്നും അറിയില്ല ഇതിനെക്കുറിച്ച്. ഏട്ടനാണെങ്കിലും ഏട്ടൻ സീരിയൽസ് ആണ് ഏട്ടന് കൂടുതൽ ശീലമുള്ളൊരു മേഖല. അപ്പൊ അദ്ദേഹത്തിനും അത്ര കാര്യമായിട്ട് ഞങ്ങളുടെ പ്രായവും അങ്ങനെയാണ്. ശരിക്കും ഇത് കണ്ടുപിടിച്ച് അല്ലെങ്കിൽ പഠിച്ച് അല്ലെങ്കിൽ അച്ഛൻ വിളിച്ചിരുന്ന ആളുകളൊക്കെ ഇന്നവരെ വിളിച്ചാൽ എന്നത് നടക്കുമായിരിക്കും എന്നുള്ള രീതിയിൽ മുരളി ഫിലിംസ്, മാധവൻ അങ്കിളൊക്കെയാണ്, പിന്നെ സാബു ചെറിയാൻ, സുരേഷ് ഏട്ടൻ, ഇവരൊക്കെയാണ് ആ സമയത്ത് എന്നെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്ത് നിലനിർത്തിക്കൊണ്ടു പോയിരുന്ന ആൾക്കാർ. അപ്പൊ അത് ചെയ്ത് നമ്മൾ ആ പണിയൊക്കെ ഒരുവിധം തീർത്തു. ഇപ്പൊ നമ്മൾ പോസ്റ്റ് പ്രൊഡക്ഷനൊക്കെ നമ്മൾ തന്നെ പോയി നിൽക്കണു. മോൾക്ക് അന്ന് 2 വയസ്സ് പോലും ആയിട്ടില്ല. അവളെ രാവിലെ റെഡിയാക്കി ഞങ്ങളുടെ കൂടെ അനു എന്ന് പറഞ്ഞൊരു പയ്യുണ്ട്, അവന്റെ കൂടെ റൂമിൽ നിർത്തിയിട്ട് ഞാനും ഏട്ടനും കൂടി പോയി ചിത്രാഞ്ജലിയിൽ രാവിലെ തൊട്ട് രാത്രി വരെ നിന്ന് ഇങ്ങനെയൊക്കെയാണ് ഇത് തീർക്കണത്. അപ്പൊ നമ്മൾ കുറെ കാര്യങ്ങൾ പഠിക്കും. ഞാനൊരു 2 പ്രീ പ്രൊഡക്ഷൻ അറ്റംപ്റ്റ് എനിക്ക് പകുതി വഴിയിൽ ചില കാരണങ്ങൾ കൊണ്ട് നിർത്തേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ശരിക്കും കുറെ ഫിനാൻഷ്യൽ ലോസ് ഉണ്ടാവും, ഇമോഷണൽ ഡ്രെയിൻ ഉണ്ടാവും, നമുക്ക് ട്രോമ പോലെയൊക്കെ ആയി മാറും അത്. പക്ഷേ അതൊക്കെ കഴിയുമ്പോഴും നമ്മൾ പഠിച്ചെടുക്കണ കുറെ കാര്യങ്ങളുണ്ട്. ഇനിയിപ്പം കുറച്ചുകൂടി ധൈര്യമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം എന്നൊരു ധൈര്യം അതുകൊണ്ട് കിട്ടുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെയാണ് അച്ഛന്റെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ എപ്പോഴും അമ്മ എല്ലാ പിന്തുണയും തന്ന അമ്മ കൂടെ ഉണ്ട്. അമ്മ ആള് പൊതുവെ സൈലന്റ് ആണ്. പക്ഷേ അച്ഛന്റെ കാര്യമാണെങ്കിലും ശരി, അച്ഛൻ ആക്ടർ മാത്രമായിരുന്നില്ല, പ്രൊഡ്യൂസർ ആയിരുന്നു, പിന്നെ ഡിസ്ട്രിബ്യൂട്ടർ ആയിരുന്നു, എക്സിബിറ്റർ ആയിരുന്നു, ആഡ് ഏജൻസി നടത്തിയിട്ടുണ്ട്. ഈ ബിസിനസ് സംബന്ധമായ കാര്യങ്ങളാകുമ്പോൾ തീർച്ചയായിട്ടും അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും. ആ സമയത്ത് അമ്മയാണ് അച്ഛന്റെ ബാക്ക് ബോൺ. അമ്മ പിടിച്ചു നിർത്തിയില്ലായിരുന്നെങ്കിൽ അച്ഛൻ പല സമയത്തും വീണു പോയനെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് അമ്മ. നമുക്ക് ഇങ്ങനത്തെ പാളിച്ചകൾ പറ്റുമ്പോഴും അമ്മ ചെയ്യൂ, ശരിയാവും. എന്റെ ഏട്ടനൊക്കെ ആണെങ്കിലും ഇടയ്ക്ക് പറയും, അമ്മയുടെ ഒരു വാക്ക് സാരല്ലേ ഹരി, അത് ശരിയായിക്കോളൂ എന്ന് പറയുമ്പോൾ കിട്ടുന്ന ഒരു ധൈര്യമുണ്ട്. പിന്നെ ഏട്ടൻ, ഞാൻ പറഞ്ഞല്ലോ, ഏട്ടനെ നമ്മൾ എന്ത് നല്ല കാര്യം ചെയ്താലും ആള് ഹാപ്പിയാണ്. അത് ചെയ്യൂ എന്ന് പറയുന്ന നമുക്കിങ്ങനെ, ഞാൻ സോണൽ ബെസ്റ്റ് ആക്ട്രസ് ആയിരുന്നു എന്ന് പറയാനും കാര്യമായിട്ട് അഭിനയിക്കുന്നത് വരെ, അപ്പൊ അത് കഴിഞ്ഞ് ലോറികളിലും കിട്ടിയപ്പോൾ അവൾക്ക് സ്റ്റേറ്റ് അവാർഡ് ഉണ്ട് എന്നൊക്കെ ആൾക്കാരോട് പറയാനൊക്കെ ഭയങ്കര സന്തോഷമുള്ള ഒരാളാണ്. അപ്പൊ അതും നമുക്ക് ഭയങ്കര സപ്പോർട്ടീവാണ്, നമ്മുടെ ആൾക്കാർ കൂടെ നിൽക്കുക എന്ന് പറയുന്നത്. പിന്നെ കൺമണി അവിടുന്ന് ഒരു പടി കയറിയിട്ടാണ്. കൺമണി പറയാ എന്താ വെച്ചാൽ, അമ്മ അച്ഛനും എനിക്കും വേണ്ടി മാത്രം അങ്ങനെ ജീവിച്ച അമ്മയുടെ ലൈഫ് ഒരു താങ്ക്ലെസ് എക്സിസ്റ്റൻസ് ആവും. ഇനി ലോകം അമ്മയെ കാണട്ടെ. കാരണം ന്യൂ നോർമൽ വന്നതിന് ശേഷം ഈ ആക്സെപ്റ്റൻസ് കിട്ടുമ്പോൾ അപ്പൊ അവൾ ഇത്തിരി വലുതായല്ലോ, അപ്പൊ ഇതെന്താന്ന് ഇവൾ അറിഞ്ഞു. ആ ഒരു സപ്പോർട്ടും പിന്നെ ഇപ്പൊ സിനിമയ്ക്ക് അകത്താണെങ്കിലും ഞാൻ ഇത്രയായിട്ട് ഒന്നും ചെയ്ത് ആളുകൾക്ക് കാണാനുള്ള ബോഡി ഓഫ് വർക്ക് ഒന്നും ഞാൻ ചെയ്തു വെച്ചിട്ടില്ലെങ്കിലും ഒരു ദിവസം അത് ചെയ്യുമെന്ന് വിശ്വസിച്ച് കൂടെ നിൽക്കുന്ന സിനിമയ്ക്ക് അകത്തുള്ള ഫ്രണ്ട്സ് ഉണ്ട്. അപ്പൊ ഇതുകൊണ്ടൊക്കെ എല്ലാം ശരിയാവുമായിരിക്കും. ഇപ്പൊ 2 കലാകാരന്മാരുടെ മകളാണ് മകളുടെ പേര് ക്രിയേറ്റീവ് ഇതിലൊക്കെ അവൾ കൺമണി, വീട്ടിൽ വിളിക്കുന്ന പേരാണ് കൺമണി. അപ്പൊ കൺമണി എന്നറിയപ്പെടാനാണ് അവൾക്ക് ഇഷ്ടം. അവളുടെ റിയൽ നെയിം എന്ന് പറഞ്ഞാൽ ഗൗരി ഉപാസന എന്നാണ്. അവൾ ആദ്യത്തെ സ്ക്രിപ്റ്റ് എഴുതുന്നത് 5ാം ക്ലാസ് പഠിക്കുമ്പോഴാണ്. ആ ഒരു ദിവസം ഒരു സാധനം എഴുതിയിട്ടുണ്ട്, എന്റെ മുന്നിൽ കൊണ്ടുവരണം, രസമായിട്ട് എഴുതിയിട്ടുണ്ട്. അന്ന് നമ്മുടെ ഒരു ഫ്രണ്ട് നവാസ് എന്ന് പറഞ്ഞൊരു ഡയറക്ടർ ഉണ്ട്, നവാസ് വീട്ടിലുണ്ട്. അപ്പൊ നവാസ് പറഞ്ഞു, ചേച്ചി ഇവള് മിടുക്കിയാണ് എന്നിങ്ങനെ പറഞ്ഞു. അതവിടെ കഴിഞ്ഞു. പിന്നെ അവളൊരു ഷോർട്ട് ഫിലിം ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അച്ഛനോട് കഥയൊക്കെ പറഞ്ഞ് പ്ലാനിങ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോഴേക്ക് കോവിഡ് വന്നു. അപ്പൊ ആ സമയത്ത് ക്വാറന്റൈൻ ഫിലിം ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞിട്ട് ഒരു ഷോർട്ട് ഫിലിം ഫെസ്റ്റ് വന്നിരുന്നു. അതായത് വീട്ടിൽ കിട്ടുന്ന ലിമിറ്റഡ് സൗകര്യങ്ങൾ വെച്ചിട്ട് നമ്മൾ ഷോർട്ട് ഫിലിംസ് ഉണ്ടാക്കുക. അപ്പൊ ഇവളുടെ ആഗ്രഹം വീണ്ടും ഒന്ന് ഉണർന്നു. സ്കൂൾ ഗ്രൂപ്പിലാണ് അതിൻ്റെ ഇത് വന്നത്. അവൾ ഒരു സാധനം എഴുതി ഉണ്ടാക്കി, ചെറിയ ചെറിയ പോളിഷിംഗ് ഒക്കെ ഞാൻ ചെയ്തു കൊടുത്തു. ഏട്ടൻ മൊബൈലിൽ ഷൂട്ട് ചെയ്തു. അത് ഇന്റർനാഷണൽ ഫെസ്റ്റിവൽ ആയിരുന്നു. സ്കൂൾ കാറ്റഗറിയിലെ ബെസ്റ്റ് ഫിലിം അതായിരുന്നു. ഞാൻ എന്നാണ് അതിന്റെ പേര്. പിന്നെ ടോപ്പ് 5 മോസ്റ്റ് വ്യൂഡ് ഷോർട്ട് ഫിലിംസിൽ 5th പൊസിഷൻ അവൾക്കായിരുന്നു. ബാക്കി 4 വലിയ ആൾക്കാർ ചെയ്തതിനായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഓൺലൈൻ എന്ന് പറയുന്ന ഒരു ഷോർട്ട് ഫിലിം ചെയ്തു. ഇതൊക്കെ ഞങ്ങളുടെ കൂടെ നിന്നിട്ടുള്ള ഒരു കാര്യം. പിന്നെ ക്ലാസ്സും പഠിത്തവും ഒക്കെ ഇവളത് വിട്ടിരുന്നു. പിന്നെ ഇവള് 12th പഠിക്കുമ്പോൾ ബാലജന സഖ്യം സ്ക്രിപ്റ്റ് റൈറ്റിംഗ് കോമ്പറ്റീഷൻ വെച്ചു. അപ്പൊ ഇവളുടെ പ്രിൻസിപ്പൽ മാമിനെ താങ്ക് ചെയ്തേ പറ്റൂ, സൂസൻ മാം തന്നെ പറഞ്ഞിട്ട് അവളുടെ മിസ് ജിഷ മിസ് ഉണ്ട്, മലയാളം മിസ് വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ഉപാസന അതിന് പോകണം. അപ്പൊ അവർക്ക് പറയുമ്പോൾ മോഡൽ എക്സാംസ് നടക്കുക. എന്നിട്ട് ഇവൾക്ക് റീ എക്സാം ഒക്കെ കൊടുത്ത് ഇവളത് എഴുതി, അവൾക്ക് അതിന് ഫസ്റ്റ് കിട്ടി. അപ്പൊ ആ സ്ക്രിപ്റ്റ് നന്നായി വന്നപ്പോൾ ഇവള് പറഞ്ഞു, അമ്മ എനിക്കിതൊന്ന് ചെയ്താൽ കൊള്ളാന്നുണ്ടായിരുന്നു.
മറ്റത് രണ്ടും എന്താ വെച്ചാൽ എന്ത് പറഞ്ഞാലും അമ്മയുടെ അച്ഛൻ്റെ ഒരു ഷെയ്ഡ് അതിൽ കിടക്കും. ഞാൻ എത്ര എഫേർട്ട് എടുത്താലും ആൾക്കാർ പറയാ നിങ്ങൾ ചെയ്തു എന്നേ പറയുള്ളൂ, എനിക്കിത് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്യണം. അപ്പോൾ അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ എൻ്റെ ഈ കുട്ടി സ്റ്റോറീസിലൊക്കെ വർക്ക് ചെയ്ത അഖിൽ കൃഷ്ണ എന്ന് പറഞ്ഞൊരു ക്യാമറാമാൻ ഉണ്ട്, വളരെ പ്രൊഫഷണലാണ്. വിളിച്ചൊരു മീറ്റിംഗ് അറേഞ്ച് ചെയ്തു. അപ്പോൾ ഞാൻ അക്കുവിനോട് പറഞ്ഞു അവൾ കുട്ടിയാണത് മനസ്സിലുണ്ടാവണം. പക്ഷേ സംസാരിച്ച് കഴിഞ്ഞിട്ട് അവൻ എന്നോട് പറഞ്ഞു, ചേച്ചി അവൾക്ക് നല്ല ക്ലാരിറ്റി ഉണ്ട്, ഞാൻ അവൾ പറയുന്ന ഫ്രെയിംസ് വെക്കേ വേണ്ടു, എനിക്ക് വേറെ പണിയൊന്നുമില്ല. ഫുൾ അങ്ങനെ അതും മ്യൂസിക് ആണെങ്കിലും നിഖിലചന്ദ്രൻ എന്ന് പറഞ്ഞിട്ട് അവനാണ് മ്യൂസിക് ചെയ്തു കൊടുത്തത്. എനിക്കൊരു അവസരം തന്നു കേട്ടോ. അതിൽ 2 ആൺകുട്ടികൾ മാത്രമേ ഉള്ളൂ ക്യാരക്ടേഴ്സ്. അമ്മയും അച്ഛനും വോയിസ് ആണ്. അപ്പോൾ അച്ഛൻ വോയിസ് അവൾ ചൂസ് ചെയ്തത് പ്രമോദ് മണി എന്ന് പറഞ്ഞൊരു ആക്ടറെയാണ്. ആത്മസുഹൃത്ത് എന്നാണ് ആ ഷോർട്ട് ഫിലിമിന്റെ പേര്. അതിങ്ങനെ കുറച്ച് ഫെസ്റ്റിവൽസിലൊക്കെ പോയി അങ്ങനെ അതിൻ്റെ ഒരു ജേർണി നടക്കുന്നുണ്ട്. റാണിയുടെ ഈ ഇത്രയും നാളത്തെ അഭിനയത്തിനിടയ്ക്ക് ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ള ഒരു മൊമെന്റ് അതിനെ കുറിച്ച് പറയൂ. ഒന്നാമത് ഞാൻ ഒരുപാട് ഓർമ്മകൾ കിട്ടാൻ മാത്രം അത്രയും അഭിനയിച്ചിട്ടില്ല മാം. പിന്നെ നമുക്ക് കിട്ടുന്ന ഓരോ നല്ല ക്യാരക്ടേഴ്സും നമ്മളത് നന്നായി ചെയ്തു എന്ന് കേൾക്കുന്ന മൊമെന്റ് ഒക്കെ സ്പെഷ്യൽ ആയിരിക്കും. പിന്നെ തീർച്ചയായിട്ടും ലോറികളാണ് ആദ്യത്തെ അവാർഡ് കൊണ്ടു തന്നതെന്നുള്ളതുകൊണ്ട് ലോറികളും ലക്ഷ്മിയും എനിക്ക് എന്നും സ്പെഷ്യലാണ്. പക്ഷേ ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ള മൊമെന്റ് എന്ന് പറയുമ്പോൾ എനിക്ക് തുടരും തന്നെ പറയേണ്ടി വരും. ലാലേട്ടനെ പോലെ ഒരാളുടെ മുന്നിൽ നിന്ന് അദ്ദേഹത്തിന്റെ കണ്ണിൽ നോക്കി ഒരു ഡയലോഗ് പറഞ്ഞ് നമ്മൾ അഭിനയിക്കുക എന്ന് പറയുന്നത് എന്റെ സ്വപ്നമായിരുന്നില്ല, ഞാനത് പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ്. അതെനിക്ക് സംഭവിച്ചു. ഇനി കൂടുതൽ അദ്ദേഹത്തിന്റെ കൂടെ അഭിനയിക്കണം എന്നുള്ള ഒരു അത്യാഗ്രഹം ഉണ്ട് എന്നുള്ളതും കൂടി പറഞ്ഞു വെക്കുക കേട്ടോ. അതിലും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഇതെന്താ വെച്ചാലേ, അതിൽ ആ പോലീസ് സ്റ്റേഷൻ സീൻ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ രാത്രി ലാലേട്ടനെ വഴക്ക് പറയണ സീൻ കുറേ ദിവസം, അതായത് മഴയൊക്കെ കാരണം ഡേറ്റ് മാറി മാറി പോയി. അത് കൺമണിയുടെ 17ാം പിറന്നാളിന്റെ സമയത്ത് വന്നു. അപ്പൊ നമ്മള് മധുര 17 എന്നാ പറയാ. അപ്പോ അയ്യോ ഞാൻ കാരണം അവളുടെ ആ ഒരു ദിവസം ഇങ്ങനെ ആയല്ലോ എന്ന് എനിക്കൊരു വിഷമം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു ഓക്കെ ടീമിനൊരു കേക്ക് എന്തെങ്കിലും വാങ്ങി സെറ്റ് ചെയ്ത് കൊടുക്കാം എന്ന് അങ്ങനെ ഒരു പ്ലാനാണ് ഉണ്ടായിരുന്നത്. പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അവിടെ രഞ്ജിത്തേട്ടനും ലാലേട്ടനും മണിയമ്പിള്ള രാജേട്ടനും ഇർഷാദ് എല്ലാവരും കൂടെ ചേർന്ന്, തരുണും മൊത്തം ടീം ചേർന്ന് കൺമണിക്ക് അതൊരു മറക്കാനാവാത്തൊരു പിറന്നാളായി അത് മാറി. ലാലേട്ടൻ തന്നെ കേക്ക് അവളുടെ കൂടെ നിന്ന് കട്ട് ചെയ്ത് അവളുടെ വായിൽ വെച്ച് കൊടുത്ത് തേനും ഉമ്മയൊക്കെ കൊടുത്ത്. അപ്പൊ ശരിക്കും കുട്ടികളെ സംബന്ധിച്ചത് ഏറ്റവും വലിയൊരു കാര്യമാണ്. അദ്ദേഹത്തെ പോലെ ഒരാള് അപ്പൊ അവളത് കണ്ടു നിൽക്കാനും അദ്ദേഹത്തിന്റെ കെയർ കിട്ടാനും അങ്ങനെയൊക്കെ സാധിച്ചല്ലോ. അപ്പൊ എനിക്ക് തോന്നുന്നു അവളെ സംബന്ധിച്ച് അത് ഏറ്റവും സന്തോഷമുള്ള പിറന്നാളായിട്ടുണ്ടാവും. അപ്പൊ എന്നെ സംബന്ധിച്ചും തീർച്ചയായിട്ടും അത് തന്നെയാണ്. പിന്നെ നമുക്കൊരു കഥാപാത്രം ചെയ്യാന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രതികരണങ്ങൾ വളരെ പ്രധാനമാണ്. അപ്പൊ തുടരും ചെയ്ത് കഴിഞ്ഞിട്ട് ചിലരൊക്കെ എന്ത് ചെയ്യുമായിരുന്നു എന്ന് വെച്ചാൽ രണ്ടാമതൊക്കെ കയറുമ്പോഴൊക്കെ തിയേറ്ററിൽ നിന്ന് ഇങ്ങനെ നൈസായിട്ട് അതിന്റെ ആൾക്കാരുടെ ക്ലാപ്സും ചിരിയും റെക്കോർഡ് ചെയ്തൊക്കെ അയച്ചു തരും. ഒരുപാട് പരിചയമില്ലാത്ത ആൾക്കാരോട് കണക്ട് ചെയ്ത് സംസാരിക്കണം, ഇൻഡസ്ട്രിക്ക് അകത്തുള്ളവര് നമ്മളെ വിളിച്ച് സംസാരിക്കണം. അതൊക്കെ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നൊരു കാര്യമാണ്. എനിക്ക് സ്പെഷ്യലായിട്ട് തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു കോസ്റ്റ്യൂം ഡിസൈനർ ഉണ്ട്, CG തോമസ് നൊബേൽ എന്ന് പറഞ്ഞിട്ട്. പിന്നെ ആമേൻ സിനിമയ്ക്കൊക്കെ സ്റ്റേറ്റ് അവാർഡൊക്കെ കിട്ടിയിട്ടുള്ള ഒരാളാണ്. ചേച്ചി പടം കണ്ടിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മോളെ എനിക്ക് നീ ലാലേട്ടനെ വഴക്ക് പറഞ്ഞു അതൊക്കെ ശരി, പക്ഷെ എനിക്ക് അതിനേക്കാൾ എനിക്ക് ഇഷ്ടപ്പെട്ടത് നിനക്ക് ഒരു ഡയലോഗും ഇല്ലാതെയാണ് മറ്റേ സീൻ പോണത്. പക്ഷെ ആ സീനിൽ നീ ആ ഒരു അമ്മയുടെ എല്ലാ ഇമോഷൻസും, എനിക്ക് അതിലേറെ രസം ഇവിടെ ഇങ്ങനെ നിവർന്നു നിന്നിട്ട് ചീത്ത പറയുന്ന അമ്മ, അപ്പുറത്ത് ഞാൻ ഒരു കവർ ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ, ആ കവർ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ കൂനി നടന്നു വരുമ്പോൾ അതിങ്ങനെ കൂനി ഇങ്ങനെ ചൂളി പിടിച്ച് പുറത്തേക്ക് വരുമ്പോൾ ആ ഒരു പേടി സാധനങ്ങളൊക്കെ വളരെ കൃത്യമായി തന്നു. അപ്പൊ നമ്മൾ അങ്ങനെ വളരെ മൈന്യൂട്ടായ കാര്യമൊക്കെ ആൾക്കാർ നമ്മളോട് പറയുമ്പോൾ അത് നമുക്ക് വല്ലാത്തൊരു സന്തോഷമാണ്. അപ്പൊ ശരൺ മോഹൻലാലിന്റെ കൂടെ നാടകത്തിൽ അഭിനയിച്ചു. അതെ, ഛായാമുഖി. റാണി നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ട് ആദ്യകാലത്ത്, കോളേജ് പഠിക്കുമ്പോൾ. പിന്നീട് നാടകത്തോട് താല്പര്യം തോന്നിയിട്ടില്ല? തീർച്ചയായിട്ടും തോന്നിയിട്ടുണ്ട് മാം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ അഭിനയത്തിലേക്ക് നമ്മൾ വരിക എന്നുള്ളത്, ഇതിൽ നമ്മൾ സീരിയസ് ആവാന്നുള്ളതൊന്നും നമ്മുടെ തോട്ടിൽ ചിന്തിച്ചിരുന്നേ ഇല്ലാത്തൊരു കാര്യമാണ്. ഈ ഛായാമുഖിയുടെ കാര്യം തന്നെ പറയുകയാണെങ്കിൽ, ഇവിടെ വന്നതിന് ശേഷം ഫെസ്റ്റ് ഒക്കെ ഉണ്ടാവുമല്ലോ, ഡ്രാമ ഫെസ്റ്റ് ഫൈൻ ആർട്സ് ഹാളിലൊക്കെ നടക്കും. അങ്ങനെ ഒരിക്കൽ പോയ സമയത്താണ് ഛായാമുഖി കാണുന്നത്. അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ ബുക്ക് നോക്കിയപ്പോൾ ഞാൻ നോക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഈ പ്രശാന്ത് നാരായണൻ എന്ന് പറയുന്ന ഏട്ടന്റെ കൂടെ ഞാൻ ചോദിക്കണ്ടേ, ഏട്ടാ ഡിറ്റക്റ്റീവ് ആനന്ദിൽ കൂടെ അഭിനയിച്ച ആളല്ലേ ഇത് എന്നാണ് ചോദിക്കണം. അങ്ങനെ ഞങ്ങൾ ഈ നാടകം കാണാൻ പോയി. അവിടെ കാണാൻ കിട്ടിയതൊക്കെ തന്നെ അങ്ങനത്തെ നാടകങ്ങളാണ്. അപ്പൊ ഇതാണെങ്കിൽ ഒരു വേറെ തലം, ഒരു കൊതി വരില്ലേ നമുക്ക്. അങ്ങനെ പ്രത്യേകിച്ചും വിക്ടോറിയയിൽ പഠിക്കുമ്പോഴാണ് കേട്ടോ ഈ തിയേറ്റർ എന്ന രീതിയിലേക്കുള്ള ട്രെയിനിങ് ഒക്കെ. നമ്മുടെ നന്ദജൻ എന്ന് പറയുന്ന പാലക്കാട് പ്രഗത്ഭനായിട്ടുള്ള ഒരു നാടക പ്രവർത്തകനാണ് അദ്ദേഹം. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ഗ്രൂമിങ്ങിലൊക്കെയാണ് അവിടെ നമുക്ക് നാടകം ചെയ്യാൻ പറ്റിയില്ല. അപ്പോഴാണ് ശരിക്കും നമ്മളൊരു തിയേറ്ററിന്റെ ക്യാമ്പ് എന്താണ്, നമ്മൾ എന്തൊക്കെയാണ് അവിടെ ചെയ്യാന്നുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞത്. ഛായാമുഖി കാണുമ്പോൾ ഞാൻ ഏട്ടനോട് ഇങ്ങനെ വെറുതെ പറഞ്ഞു, ഇതൊക്കെ ഇങ്ങനെ ചെയ്യാൻ പറ്റിയ എത്ര നല്ലതല്ലേ എന്നിങ്ങനെ പറഞ്ഞു. എന്നിട്ട് അത് കഴിഞ്ഞ് ഞാൻ പ്രശാന്തനോട് പറഞ്ഞു, പ്രശാന്തേട്ട ഈ നാടകം വേറെ എന്തെങ്കിലും തരത്തിൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഏട്ടനെ ആലോചിക്കണേ. എന്തിനാണ് അപ്പൊ അത് പറഞ്ഞതെന്ന് എനിക്കറിയില്ല. പക്ഷെ എന്റെ മനസ്സിൽ നാടകം കാണുമ്പോൾ മുഴുവൻ ഭീമനായിട്ട് ഏട്ടൻ ചെയ്യണു എന്നുള്ള സാധനമാണ് മനസ്സിൽ കിടക്കുന്നത്. പിന്നെ കുറെ കഴിഞ്ഞിട്ടാണ് ഈ ഛായാമുഖിയുടെ പ്ലാൻ വരുമ്പോൾ പ്രശാന്തേട്ടന്റെ കോള് വരികയാണ്. അപ്പൊ എനിക്ക് തോന്നിയിട്ടുണ്ട് ചിലപ്പോൾ ആ ഒരു ഛായാമുഖിയിൽ വന്നതിന് ശേഷം ആയിരിക്കണം ഏട്ടന് നാടകത്തിനോട് കുറച്ച് കൂടുതൽ ഒരു
തിയേറ്റർ എന്നുള്ള സാധനത്തിലേക്ക് ഏട്ടൻ അതിൽ കുറേ എക്സ്പോഷർ, കാരണം പ്രശാന്ത് ഏട്ടനെ പോലെ ഒരാളുടെ ക്യാമ്പിൽ അത് കൂടെ ഉള്ളത് എല്ലാം നല്ല ഇതിൽ നിൽക്കുന്ന നാടക പ്രവർത്തകർ. അപ്പം അതിനുള്ളൊരു ഭാഗ്യം അങ്ങനെ വന്നായിരിക്കും. പിന്നെ എപ്പോഴെങ്കിലും തമാശയുടെ ഏട്ടൻ പ്രശാന്ത് ഏട്ടൻ ഞാനിങ്ങനെ ഒരുമിച്ച് വർക്ക് ചെയ്തുകൊണ്ട് എന്നൊക്കെ പറഞ്ഞാൽ പ്രശാന്തൻ പറയും അതൊക്കെ അവിടെ നിന്നോട്ടെ, പക്ഷെ ഇതിൽ നീ ഉള്ളത് ഇവിടെ എന്നോട് ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞുകൊണ്ടാണ്. ആ ഒരു 20 മിനിറ്റ് ഒറ്റ ഇതിലേ ഏട്ടൻ വരുന്നുള്ളൂ ഒരു ഫ്രെയിമിൽ. ലാലേട്ടനുമായിട്ടൊരു മല്ലയുദ്ധം, അത് കഴിഞ്ഞ് ലാലേട്ടൻ്റെ ക്യാരക്ടർ ഭീമൻ അദ്ദേഹത്തെ കൊല്ലുന്നു എന്നുള്ളതാണ്. പക്ഷെ ആ ഒരു 20 മിനിറ്റ് ഇവർ മാത്രമേ ഉള്ളൂ സ്റ്റേജിൽ. അങ്ങനെ നോക്കുമ്പോൾ ലാലേട്ടൻ എന്ന് പറയുന്ന ഒരു നടന്റെ കൂടെ കിട്ടിയ അനുഭവവും പ്രശാന്തേട്ടൻ്റെ കൂടെ കിട്ടിയ അനുഭവവും, പിന്നീടും ഏട്ടൻ MTയുടെ ഇത് പ്രശാന്തേട്ടൻ മരിക്കുന്നതിന് മുമ്പ് ചെയ്തപ്പോൾ അതിലും അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ അപ്പാർട്ട്മെന്റിലൊക്കെ ന്യൂ ഇയർ സെലിബ്രേഷനൊക്കെ ആകുമ്പോൾ ഏട്ടൻ പഠിപ്പിച്ച് കുട്ടികളുടെ ഒരു ടീമും ഞങ്ങളുടെ വലിയവരുടെ ടീമുമായിട്ട് അങ്ങനെ നാടകങ്ങൾ ചെയ്യാറുണ്ടായിരുന്നു. അപ്പൊ ഏട്ടൻ തന്നെയാണ് അതിന്റെ ഗ്രൂമിങ്ങും ഡിറക്ഷനും ഒക്കെ ചെയ്യുക. ഒത്തിരി കഴിവുള്ള ഒരാളെ ഗംഭീരമായിട്ട് ഏട്ടൻ ചെയ്യിപ്പിച്ചെടുക്കും. ഞാൻ സത്യത്തിൽ വിചാരിച്ചിരുന്ന ഏട്ടന്റെ അച്ഛൻ നാടകകൃത്താണ്, നാടക സംവിധായകനാണ്, അദ്ദേഹം സീരിയൽ സിനിമ ഒക്കെ സംവിധാനം ചെയ്തിട്ടുണ്ട്, കാളിദാസ് പുതുമന. നമ്മൾ സ്വാഭാവികമായിട്ടും വിചാരിക്കും പണ്ടൊക്കെ ഒരുപാട് നാടകങ്ങളൊക്കെ ഏട്ടൻ ചെയ്യാൻ ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഏട്ടൻ പക്ഷേ എന്നോട് പറഞ്ഞിട്ടുള്ളത് ഞാൻ അതിന് കാര്യമായിട്ട് നാടകങ്ങളൊന്നും ചെയ്തിട്ടില്ല, അച്ഛന്റെ നാടകങ്ങൾ കണ്ടതും കുറവാണ്, ഞാൻ കൂടുതൽ മൈമാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പക്ഷേ പ്രശാന്ത് ഏട്ടന്റെ ആ കളരിന്ന് കിട്ടിയ അനുഭവങ്ങളായിരിക്കും ഏട്ടന് കരുത്തായിട്ടുണ്ടാവുന്നത്. അവിടെയാണെങ്കിലൊക്കെ ഈ ശ്രീശങ്കര കോളേജിൽ നിന്നുള്ളവരും സ്നേഹ ശ്രീകുമാർ, വിനോദ്, ഗോപൻ മങ്ങാട്, സജാദ്, എടുത്തു പറയുകയാണെങ്കിൽ എല്ലാവരും, പ്രശാന്ത്, പ്രകാശ്, ഇവരൊക്കെ നാടകത്തിൽ കിടന്ന് കുത്തിമറിയുന്ന ആൾക്കാർ. അപ്പൊ അവരുടെ കൂടെ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് ആ കാറ്റ് കിട്ടി അപ്പൊ അങ്ങനെ ഉള്ളില് അവനവന്റെ ജീനിൽ അത് കിടക്കുന്നതുകൊണ്ടും കൂടി ആയിരിക്കും. ഏട്ടന്റെ അച്ഛനത് ചെയ്യും എന്നുള്ളത് കൊണ്ടായിരിക്കാം അദ്ദേഹത്തിന് അത് പറ്റണമെന്ന് തോന്നിയിട്ടുണ്ട്. ശരിയായിരിക്കും. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ആഗ്രഹമുണ്ട്, തിയേറ്റർ എന്നുള്ള ഒരു കൺസെപ്റ്റിൽ നിൽക്കുന്ന കാര്യങ്ങൾ ചെയ്യണം എന്ന് കാര്യമായിട്ട് ആഗ്രഹമുണ്ട്. ഇപ്പൊ നിലവിൽ ഓഫേഴ്സ് എന്തെങ്കിലും വന്നിട്ടുണ്ടോ? ചില കഥകൾ പറഞ്ഞിട്ട് അതിന്റെ സ്ക്രിപ്റ്റും കാര്യങ്ങളും നടക്കുന്നുണ്ട്, അത് എപ്പോഴാണ് റെഡി ആവുക എന്ന് അറിയില്ല മാം. ഇപ്പൊ ഞാൻ നേരത്തെ ഹോസ്പിറ്റലൈസ് ആയിരുന്നു, ആ സമയത്ത് എനിക്കൊരു 3 സിനിമകൾ വന്നിരുന്നു. പക്ഷേ അത് 3 എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പൊ ഞാൻ ആകെ ചെയ്തത് ഒരു ഷോർട്ട് ഫിലിമാണ്, നല്ല ടീമും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പൊ ഇതുവരെ സിനിമയിൽ ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഒരു സീൻ 2 സീൻ, അത് വേണ്ടാന്നല്ല, പക്ഷെ കുറച്ചുകൂടി ഡെപ്തുള്ള കഥാപാത്രങ്ങൾ ചെയ്യാൻ കഴിഞ്ഞെങ്കിൽ ആഗ്രഹമുണ്ട്. അങ്ങനത്തെ കാര്യങ്ങൾ വരും എന്ന് പ്രതീക്ഷിക്കുകയാണ്. തീർച്ചയായിട്ടും അത്തരം അവസരങ്ങൾ ഇനിയും റാണിയെ തേടി വരട്ടെ. ഇപ്പൊ ഇൻഹൗസ് പ്രൊഡക്ഷൻ ഉണ്ടല്ലോ, ഒരു കലാകുടുംബം. അതെ, നിങ്ങൾ 3 കൂടിയുള്ള ഒരു പ്രൊഡക്ഷൻ അത് സാധിക്കും. അപ്പൊ നമുക്ക് ഓരോരോ ചുവടായിട്ടേ വെക്കാൻ പറ്റുള്ളൂ, അധികം വൈകാതെ നടക്കണം തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ റാണിയുടെ അഭിനയ ജീവിതം, എഴുത്ത്, എല്ലാത്തിനെ കുറിച്ച് നമ്മളോട് വിശദമായിട്ടാണ് സംസാരിച്ചത്. എനിക്ക് ഇന്നത്തെ ഈ നമ്മളിവിടെ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കണത് കുറച്ച് സ്പെഷ്യലാണല്ലോ, അതെന്തുകൊണ്ടാന്ന് മാമിന് അറിയണ്ടാവും. ഈ ആകാശവാണി എന്ന് പറയണത് ബാക്കി എന്തൊക്കെ വന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് വല്ലാത്തൊരു നൊസ്റ്റാൾജിയ എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ കൂടെ വളരുമ്പോഴും ഉണ്ടായിരുന്നതാണ്, എല്ലാ കാലത്തും ഉണ്ട്. നമുക്ക് ആകാശവാണിയിൽ പാട്ട് കേട്ട്, ആകാശവാണിയിൽ കൂടെ വാർത്തകൾ കേട്ട് അങ്ങനെ വളർന്നിട്ടുള്ള അതെ ആൾക്കാരാണ്. അപ്പോൾ ആകാശവാണിയുടെ അകത്ത് കയറി ഇറങ്ങാൻ നമുക്കൊരു അവസരം വേണം എന്ന് ആഗ്രഹിച്ചിട്ട് തന്നെയാണ് കാഷ്വൽ അനൗൺസർ ആവാൻ വേണ്ടിയിട്ട് ചെയ്യും, മാണിക്കോസ് ചെയ്യും. ലൈവില് ലവ്ലി മാം തന്നെ ട്രെയിൻ ചെയ്തിട്ടുണ്ട്, അതൊക്കെ എൻ്റെ ഭാഗ്യമാണ്. തെന്നൽ മാം ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് കഴിഞ്ഞ് ഞാൻ അതേ സ്പേസിൽ, അപ്പൊ എനിക്ക് ലൈവ് പിന്നീട് വരാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഇവിടെ മറുമരുന്ന് എന്ന് പറഞ്ഞൊരു പരിപാടിയിൽ രാധാമണി എന്ന് പറഞ്ഞൊരു കഥാപാത്രമായിട്ട് കുറേ കാലം എൻ്റെ ശബ്ദം ശ്രോതാക്കൾ കേട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് അതേ ലവ്ലി മാമിന്റെ കൂടെ അതേ ആകാശവാണിയിൽ സഹയാത്രികയിൽ ഇരിക്കുമ്പോൾ അതെനിക്ക് പറഞ്ഞാൽ തീരാത്തൊരു ഇമോഷനാണ്. അപ്പൊ അതിപ്പോ പറയണം എന്ന് തോന്നി. താങ്ക് യു റാണി. പ്രിയ ശ്രോതാക്കളെ, സഹയാത്രികയിൽ ഇന്ന് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് നടിയും നിർമ്മാതാവുമായ റാണി ശരൺ. ഇന്നത്തെ സഹയാത്രിക സമാപിക്കുന്നു. നിർവഹണം ലൗലി, സഹായം KV ലീല.